തമിഴകത്തു നിന്നും വമ്പനൊരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. സാക്ഷാൽ ജയിലർ 2 നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു എന്നത്. ഇത്തവണ ജയിലർ 2 എത്തുമ്പോൾ പുതിയ ചില മുഖങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് അഭിമാനിക്കാവുന്ന പല താരങ്ങളുമുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സാക്ഷാൽ സുരാജ് വെഞ്ഞാറമൂടിനെയാണ്. സുരാജ് വെഞ്ഞാറമൂട് അതും ഒരു രജനികാന്ത് ചിത്രത്തിൽ വരുന്നത് അത്ഭുതത്തോടെയാണ് ഓരോ മലയാളികളും നോക്കിക്കാണുന്നത്. ഒരു കോമഡിയനിൽ നിന്നും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് ചർച്ചയാക്കുമ്പോൾ മലയാളത്തിന് അഭിമാനമാകുന്ന നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട് ഒരിടത്ത് ചർച്ചയാകുമ്പോൾ ഈ റിലീസിംഗ് ഡേറ്റ് അനൗൺസ്മെന്റ് ടീസറിൽ മോഹൻലാലിനെ കാണിക്കാത്തത് എന്താണെന്ന് കൂടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ രണ്ട് താരങ്ങളുമാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രേക്ഷകരുടെ ജയിലർ 2 ചർച്ചാ വിഷയത്തിൽ ഇടം കൊണ്ടത്. ഇതുകൂടാതെ ജയിലർ 2 മോഹൻലാലിന്റെ വരവ് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും എന്നുകൂടി പറയാം. ചില റൂമറുകൾ മോഹൻലാലിന്റെ കഥാപാത്രവുമായി അതിന്റെ ഇൻട്രോയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അതേക്കുറിച്ചും പറയാം. മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട അഭിനേതാവാണ് സുരാജ് വെഞ്ഞാറമൂട്. മിമിക്രിയിലൂടെ സിനിമയിലെത്തി മലയാളത്തിലെ മുൻനിര ഹാസ്യ നടന്മാരിൽ ഒരാളായ സുരാജ് മമ്മൂട്ടിക്കൊപ്പം മായാവി എന്ന ചിത്രത്തിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. പിന്നീട് ഒട്ടനവധി ചെറുതും വലുതുമായ റോളുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ സുരാജ് പേരറിയാത്തവൻ എന്ന ചിത്രത്തിലൂടെയാണ് പ്രേക്ഷകരെ ഒക്കെ ഞെട്ടിച്ചത്. ചിത്രത്തിലെ പ്രകടനത്തിന് ദേശീയ അവാർഡ് സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു തന്റെ ഉള്ളിലെ നടനെ സുരാജ് ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത്. പിന്നീട് മലയാള സിനിമയിൽ അഭിനയ പ്രാധാന്യമുള്ള ഒട്ടനവധി ചിത്രങ്ങളാണ് സുരാജ് വെഞ്ഞാറമൂട് കൈകാര്യം ചെയ്തത്. വില്ലനായും സഹനടനായും തന്റെ നർമ്മശൈലി വിടാതെ ഹാസ്യ നടനായും സുരാജ് തന്റെ പൊട്ടൻഷ്യൽ തെളിയിച്ചിരുന്നു. സമീപകാലത്ത് സുരാജ് തമിഴ് സിനിമകളിലും സജീവമായിരുന്നു. ഈ വർഷം ആദ്യം പുറത്തിറങ്ങി തിയേറ്ററിൽ നിന്നും വിജയം നേടിയ യൂത്തിൽ പ്രധാന വേഷത്തിലെത്തിയ സുരാജ് ധനുഷ് ചിത്രം കരയിൽ പോലീസ് കഥാപാത്രമായും വേഷമിട്ടിരുന്നു. എന്നാൽ താരത്തിന്റെ അപ്കമിംഗ് മൂവി ലിസ്റ്റിൽ ഏവരും കാത്തിരിക്കുന്ന ചിത്രമാണ് നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ 2. 2021 പുറത്തിറങ്ങിയ വലിയ വിജയമായി മാറിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒക്ടോബർ 15 തിയേറ്ററിലേക്ക് എത്താൻ ഇരിക്കവേ വലിയ പ്രതീക്ഷകളാണ് രാജ്യമൊട്ടാകെയുള്ള പ്രേക്ഷകർക്കുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോയിൽ നിമിഷം നേരത്തേക്ക് പ്രത്യക്ഷപ്പെടുന്ന സുരാജാണ് ഇപ്പോൾ സിനിമ പ്രേക്ഷകരുടെ പ്രധാന ചർച്ചയിൽ ഒന്ന്. വീഡിയോയിൽ സുരാജിന്റെ കണ്ണുകൾ മാത്രമാണ് കാണിക്കുന്നതെങ്കിലും കഥാപാത്രത്തിന്റെ എല്ലാ തീവ്രതയും ഈ നോട്ടത്തിൽ തന്നെ പ്രതിഫലിപ്പിക്കാൻ സുരാജിന് സാധിക്കുന്നുണ്ട്. രജനികാന്ത് അവതരിപ്പിക്കുന്ന ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന് ശക്തനായ വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രമായിരിക്കും സുരാജ് അവതരിപ്പിക്കുക എന്നും ആദ്യ ഭാഗത്തിലെ പ്രധാന വില്ലനായ വിനായകൻ അവതരിപ്പിച്ച വർമ്മന് പകരമായിരിക്കും സുരാജ് എന്നും പലരും പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ചട്ടമ്പിനാട് എന്ന ചിത്രത്തിൽ സുരാജ് അവതരിപ്പിച്ച ദശമൂലം ദാമു എന്ന കഥാപാത്രവുമായി ബന്ധപ്പെടുത്തിയ വീഡിയോയും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ആ ഡിഫറൻസ് ആണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്, എവിടെയെന്നും എവിടെ എത്തി എന്നത്. ഏതായാലും സുരാജിനെ പ്രേക്ഷകർ വലിയ രീതിയിൽ പ്രശംസിക്കുകയും സുരാജിന്റെ വരവിനെ കുറിച്ച് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെ മോഹൻലാലിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. മോഹൻലാലിനെ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ സാന്നിധ്യം അത്രയ്ക്ക് വലിയ ഹൈപ്പ് ഉളവാക്കുന്ന സംഭവമാണ്. കാരണം ഈ ചിത്രത്തിൽ മുഴുനീള കഥാപാത്രമല്ല മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ജയിലർ 1 പോലെ തന്നെ ജയിലർ 2 ആ ക്യാമിയോ തന്നെയാണ്. ആ ക്യാമിയോയെ ഒരു ടീസറിൽ കാണിച്ചാൽ പിന്നെ എന്ത് ഗുണം? അതുകൊണ്ട് തന്നെ ആ മാസ് അപ്പീലോടുകൂടി ചിത്രത്തിൽ വലിയ സർപ്രൈസ് കാണിക്കാൻ ജയിലർ 1 പോലെ ജയിലർ 2 മോഹൻലാൽ എത്തുന്നുണ്ട്. ഇത്തവണയും മോഹൻലാലിന് വേണ്ടി അനിരുദ്ധ് ഗംഭീരമായൊരു BGM ഒരുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് സ്പെഷ്യലാണ്. അതാണിപ്പോൾ വലിയൊരു റൂമറായി പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ തന്നെ ഐക്കോണിക് മലയാളം സോങ്ങിന്റെ അകമ്പടിയോടെയാണ് ഇത്തവണ മോഹൻലാലിന്റെ വരവ് എന്നാണ് ചില സൂചനകൾ. ഒക്കേല ഒക്കേല എന്ന വർണ്ണപ്പകിട്ടിലെ എന്ന സോങ് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും മോഹൻലാലിന്റെ വരവെന്നാണ് ചില റൂമറുകൾ. അനിരുദ്ധ് ഇതിൽ എന്തൊക്കെയോ മിക്സിംഗ് നടത്തുന്നുണ്ട്. അനിരുദ്ധിന്റെ ജയിലർ 2 ഈ ടീസറിലെ BGM പോലും വലിയ രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ട്. ഒരു സാധനം തന്ന് സോഷ്യൽ മീഡിയയെ കത്തിച്ചിട്ടാണ് അനിരുദ്ധ് പോയിരിക്കുന്നത് എന്ന് പലരും പറഞ്ഞപ്പോൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അനിരുദ്ധിന്റെ കയ്യിൽ നിന്നും ഗംഭീര സംഭവങ്ങൾ. ജയിലർ 1 തന്നെ സോങ്ങും BGM കൊണ്ട് നമ്മളെ ഞെട്ടിച്ച അനിരുദ്ധ് ജയിലർ 2 അങ്ങനെ വെറുതെ ഒന്നും പോകില്ലല്ലോ. സാക്ഷാൽ മോഹൻലാലിന് വേണ്ടിയും ഗംഭീര സംഭവങ്ങളാണ് അദ്ദേഹം ഒരുക്കാൻ പോകുന്നത്. അതും മലയാളി ടച്ചുള്ള ചില സാധനങ്ങൾ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒക്കേല ഒക്കേല എന്നതും കേൾക്കുകയാണ്. അങ്ങനെ എങ്ങാണമാണെങ്കിൽ തിയേറ്റർ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളുമുണ്ട്. അല്ലെങ്കിലും ബ്ലാസ്റ്റ് തന്നെ ആയിരിക്കും തിയേറ്ററിൽ എന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും അങ്ങനെ ചില കാര്യങ്ങൾ കൂടി കേൾക്കുകയാണ്. അപ്പോൾ രണ്ട് മലയാളി താരങ്ങൾ, ഒന്ന് ക്യാമിയോയിലൂടെയും ഒന്ന് വില്ലനിസത്തിലൂടെയും നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാൻ പോകുന്നു.